വെൽക്കം ടു കുക്കിംഗ് വിത്ത് സിന്ധു. ഞങ്ങൾ പൊന്നാനിയിലാണ്. ഞണ്ടിന് കണ്ടില്ല ജീവൻ. ഫ്രഷ് മീൻ ഇപ്പോൾ പിടിച്ചു കൊണ്ടുവന്നത് കണ്ടാ. ഞണ്ടിന് ജീവനുണ്ട്. പുഴമീൻ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി അരച്ചിട്ട് തേച്ച് വെച്ചു. കരിമീൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇതൊക്കെ ഫ്രഷ് ഇപ്പോൾ പുഴയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ കരിമീൻ നമ്മൾ കായം തേച്ച് വെച്ചത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വലിയ കരിമീനാണ് കേട്ടോ. കരിമീൻ്റെ കുട്ടിയാണ് ഇത്. ഇതാകുമ്പോൾ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാ മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പച്ചമാങ്ങ, പിന്നെ കറിവേപ്പില വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. വീട്ടിലത്തെ കറിവേപ്പിലാണ് എന്നാലും വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പിന്നെ ഇത് നമ്മളിവിടെ കരിമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടപ്പിൽ വെച്ചിരിക്കുന്നു. ബാലൻസ് ഉള്ളത് നമ്മളിത് മീൻ കറി ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചിരിക്കുന്നത്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്യാസ് ചേഞ്ച് ചെയ്തു. ഇവിടെ ഫിഷ് ഫ്രൈ ആയിരുന്നു വെച്ചിരുന്നത്. ഇവിടുന്ന് ഫിഷ് ഫ്രൈ എടുത്തിട്ട് അപ്പുറത്തെ അടുക്കളയിൽ കൊണ്ടുവച്ചു. ഇവിടെ എന്നിട്ട് മീൻ കറി വയ്ക്കാൻ പോകും. ഫിഷ് ഫ്രൈ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ചൂടായി വന്നിരിക്കുന്നു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പച്ചമാങ്ങ, ഉപ്പ്, മല്ലിപ്പൊടി 2 സ്പൂണ്, 2 സ്പൂണിൻ്റെ ചെറിയ സ്പൂണാട്ടോ. മുളക് പൊടി 2 സ്പൂണ്. മുളക് പൊടി കുറച്ച് വലുതാണ്, കാരണം പച്ചമുളകും ഉണ്ട് മുളക് പൊടിയും ഉണ്ട്. ഇത് നല്ല എരിവുള്ള മുളകാണ്. മഞ്ഞൾപ്പൊടി അതെല്ലാം നന്നായി എണ്ണയിൽ വാട്ടിയിട്ട് വന്നിട്ട് അതിൻ്റെ പച്ചമണം പോട്ടെ. ഇത് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇപ്പുറത്തെ സൈഡിൽ നിങ്ങളുടെ അമ്മേനെ ചെയ്യണം. ഇതാ വെള്ളം ഒഴിച്ചിരിക്കുന്ന അമ്മേനെ ചെയ്യുന്നത്. എനിക്ക് ചുമയുണ്ട്, അധികം ഇതാക്കാൻ പറ്റില്ല. നമ്മളിത് അടച്ച് വെക്കണം. ഇതാ നമ്മുടെ കരിമീൻ ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിരിക്കണം. രണ്ടാമത്തത് വെച്ചിരിക്കണം. കറി നന്നായി വറ്റിയിരിക്കുന്നു. ഇതിലേക്ക് മീനിട്ട് ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിരിക്കുന്നത്. ഇത് നമ്മുടെ ഫിഷ് കറി റെഡി ആയിരിക്കുന്നു. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക.